ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം കൈ നിറയെ പ്രോഫിറ്റ് കിട്ടിയ ഒരു ദിവസമാണെന്ന്. ഓക്കെ, നമ്മളെടുത്ത ട്രേഡുകളെല്ലാം വളരെ വിജയകരമായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റി. അപ്പം ഇപ്പം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ മാർക്കറ്റിന് രണ്ട് വശങ്ങളുണ്ട് അല്ലേ? ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇതിനൊരു മറുവശം കൂടെ ഉണ്ട്. അപ്പം എപ്പോഴും ലാഭവും നഷ്ടവും അത് മാർക്കറ്റിൻ്റെ രണ്ട് പ്രതലങ്ങളാണ്. അപ്പോൾ ആ പ്രതലങ്ങളിൽ എപ്പോഴും ഒന്ന് സംഭവിക്കും, ഒന്നുകിൽ നഷ്ടം അല്ലെങ്കിൽ ലാഭം. അപ്പം ലാഭം വരുമ്പം നമ്മൾ മാക്സിമം അതിനെ പിടിക്കുക, നഷ്ടം വരുമ്പം അതിനെ ലിമിറ്റ് ചെയ്യുക. ഇതാണ് ഒരു ട്രേഡർ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ആഴ്ചയിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. കാരണം ഒരു 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 ട്രേഡ് എങ്ങനെ വിജയിപ്പിക്കാം, അതാണ് ക്വസ്റ്റ്യൻ. ഒരു ട്രേഡ് എങ്ങനെ വിജയിപ്പിക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ട്രേഡ് എങ്ങനെ വിജയിപ്പിക്കാമെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം അതിന് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാനിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിവതും നമ്മൾ ഈ ആഴ്ച ഒരു വീഡിയോ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ പലരും ഇതുപോലെ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. സാധാരണ നേരത്തെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യുന്നതാണ്, ഇപ്പോൾ അത് ചെയ്യുന്നില്ല, കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല പരാതികൾ ഞാനിങ്ങനെ അവിടെ ഇവിടെ കണ്ടു. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം ഈ സമയത്തിൻ്റെ പ്രശ്നം, സമയക്കുറവ്. പിന്നെ ഇതിനിടെ വേറെ പല പല വീഡിയോകൾ നമ്മൾ ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസ് 9 വരെ വന്ന് നിന്നുപോയി. ഓക്കെ, എനിവേ എന്തായാലും 10ാമത്തെ പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ട്രേഡ് എങ്ങനെ വിജയിപ്പിക്കാം എന്നതിനെപ്പറ്റി ഒരു ചർച്ച, ഒരു ക്ലാസ് ഞാൻ വെക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. ഒത്തിരി പറഞ്ഞങ്ങ് നീട്ടുന്നില്ല. അപ്പം മാർക്കറ്റിൽ ഇന്ന് നമ്മൾ മിഡ് ക്യാപ്പിൽ അധികം നമുക്ക് ട്രേഡ് നമ്മൾ എടുത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അതേ ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ നേരെ എന്ത് ചെയ്തു, നേരെ താഴോട്ട് വന്ന് നമ്മുടെ സപ്പോർട്ട് ലൈനും സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നു നമുക്ക്, ഇല്ലേ? തന്നതിന് ശേഷം ഒരു കൺസോൾട്ടേഷന് ശേഷം പതിനടപ്പ്. നമ്മളിവിടെ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കുന്നതിന് കാര്യം ഈ മിഡ് ക്യാപ്പിൻ്റെ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, അല്ലേ? മിഡ് ക്യാപ്പിൻ്റെ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പ്രീമിയം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ പ്രീമിയം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ അതിനകത്തിൽ കൂടുതൽ അങ്ങോട്ട് ശ്രദ്ധിക്കാഞ്ഞത്. അപ്പോൾ അടുത്ത ആഴ്ചകളിലൊക്കെ നമുക്ക് പ്രീമിയം കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ നല്ല ട്രേഡുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് പറഞ്ഞ ലെവലുകളൊക്കെ വളരെ കറക്റ്റായിരുന്നു, ഇല്ലേ? നേരെ താഴെ വന്ന് സപ്പോർട്ട് എടുത്തു, നേരെ തിരിച്ചു കയറി അതേ സപ്പോർട്ടിൽ തന്നെ തട്ടി തിരിച്ച് നേരെ താഴെ വന്ന് കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം ഇത് ബ്രേക്ക് ഔട്ട് നൽകി അതിനുശേഷം ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. അതിനുശേഷം വീണ്ടും ഒരു കൺസോൾട്ടേഷൻ, പിന്നെ വീണ്ടും മേലോട്ട് പോയി. അങ്ങനെ ഒരു ആടിക്കളിച്ചൊരു മാർക്കറ്റായിരുന്നു. ആക്ച്വലി ഇന്ന് മിഡ് ക്യാപ്പിനകത്ത് വലിയ മൂവ്മെൻ്റ് ഒന്നും നടന്നില്ല. കാരണം 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അത് ഏകദേശം ആ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തു. 49 പോയിൻറ്റിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 30-32 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 10-12 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് ഇന്ന് നടത്തിയുള്ളൂ മിഡ് ക്യാപ്പ്. അപ്പം അവിടെ നമ്മൾ കൂടുതലൊന്നും പറയാനായിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ നാളത്തെ ലെവലുകൾ നോക്കാം. മിഡ് ക്യാപ്പിൽ നമുക്ക് നാളെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്യാം, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലെവലിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട്, ഓക്കെ, ഇതിനെ ഫസ്റ്റ് ടാർഗറ്റ് നമുക്കാണ് കൂട്ടാം. ബാക്കിയൊക്കെ മേലോട്ട് കിടക്കുന്നത് തന്നെ, അതിന് മാറ്റങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ടാർഗറ്റ് ഇത്, ഓക്കെ, ഇതുമില്ല. ഓക്കെ, ഇനി താഴോട്ട് നോക്കിയാലോ? താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള കഥയാണ് പറഞ്ഞത്. 624, 619 മാർക്കറ്റ് ഇതിനകത്താണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈനെ കുറച്ച് താഴോട്ടിറക്കാം, ഇതിനെ താഴോട്ടിറക്കാം. ഓക്കെ, ഇതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന്. വേണ്ട, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇതാണ് ഒന്നുകൂടെ ഭംഗി. ഓക്കെ, ഇത് തന്നെ കറക്റ്റ്. ഓക്കെ, ഇതിനകത്ത് തന്നെ ഇത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് താഴോട്ട് പൊട്ടുവാണെങ്കിൽ ഇത്, അതിനുശേഷം പൊട്ടിയാൽ അടുത്ത പൊട്ടൽ നേരെ ഇങ്ങോട്ട് താഴോട്ട്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ഇങ്ങോട്ട്. ഓക്കെ, നാലാമത്തെ ഇവിടെ കിടപ്പുണ്ട്.
നാലാമത്തെ ഇവിടെ ഇത്രയൊക്കെ മതി. ഇത് കൂടുതൽ ആയി കഴിഞ്ഞാൽ ആഡംബരമായി പോകും. ഓക്കെ, അപ്പോൾ 4 താഴോട്ടുള്ളതായി. 4 താഴോട്ടുള്ളതായി, 3 2 മുകളിലോട്ടുള്ളത് 2 പിന്നെ ബാക്കി നമ്മളിവിടെ സാധനങ്ങളുണ്ട്. എന്താണ് നമ്മുടെ ട്രെൻഡ് ലൈൻ. ഓക്കെ, ആ ട്രെൻഡ് ലൈൻ നോക്കി നമുക്ക് ട്രേഡ് ചെയ്താൽ മതി. അപ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കി വേണം നമുക്ക് ട്രേഡ് ചെയ്യാൻ. ഇവിടുന്ന് ഇവിടം വരെ ട്രേഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ 12,727, 624, 727. നമുക്ക് ഒരെണ്ണം കൂടെ വേണമെങ്കിൽ വരയ്ക്കേണ്ടി വരും തോന്നുന്നു. നോക്കട്ടെ ഒരു മിനിറ്റ്, ഒരു റെസിസ്റ്റൻസ് അവിടെ കാണാൻ ഉണ്ടോ നോക്കട്ടെ. ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കൂട്ടാം. ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കൂട്ടാം. ഓക്കെ, ഇത് 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 ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പം ലോഡ് ചെയ്യാൻ താമസിക്കുന്നു. ഓക്കെ, അപ്പോൾ 3 ടാർജറ്റ് കിട്ടിയല്ലോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് അടുത്ത ടാർജറ്റ്. ഓക്കെ, ഓക്കെ, അപ്പം മിഡ് ക്യാപ്പിൻ്റെ 3 ടാർജറ്റ് മുകളിലോട്ടുമായി, 3 താഴോട്ടുമായി. ഓക്കെ, 4 താഴോട്ട്. അപ്പോൾ ഇതാണ് മാർക്കറ്റ്. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കി നമുക്ക് ട്രേഡ് ചിന്തിക്കാം. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ നിഫ്റ്റിയാണ് വരുന്നത്. നിഫ്റ്റി നമ്മൾ ഇന്ന് ഒരു സൂപ്പർ ട്രേഡ് 1-2 ട്രേഡ് നമുക്ക് ഇന്ന് കിട്ടി. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, ഇപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു എങ്ങനെ താഴെ നിന്നൊരു ട്രേഡ് എടുക്കാം എന്നതിനെപ്പറ്റി ഞാൻ എന്താ വീഡിയോയിൽ വിശദീകരിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രേഡ് എടുത്തായിരുന്നു. ഇങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. ഇത് എത്ര പേർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എടുത്തവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് തരും കേട്ടോ. ഇത് നിഫ്റ്റിയിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നെടുത്ത ട്രേഡാണിത്. ഓക്കെ, അപ്പം ഇത് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഒരു ട്രേഡ്, ഞാൻ ഇന്നലെ പറഞ്ഞ എന്താ പറഞ്ഞേ, ഞാൻ ഇന്നലെ പറഞ്ഞത് ഇതിനകത്ത്, ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഒരു ട്രേഡ് ഇല്ല, ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതല്ലേ, നമ്മൾ ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോ ട്രേഡിംഗ് സോണാണ്. ഒന്നുകിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ ട്രേഡ് ഉള്ളൂ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ശരിയല്ലേ? പറഞ്ഞു. ഓക്കെ, പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു, ഞാനൊരു ട്രേഡ് താഴെ നിന്ന് എടുത്തു. എങ്ങനെ എടുത്തു? അവിടെയാണ് ഒരു ട്രേഡ്. ഇതിപ്പം എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഇത് ഓഫ്ലൈൻ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് ഇല്ലേ. ചാർട്ട് വരച്ചു, ഇത് ലൈവ് മാർക്കറ്റ് അല്ല ഇതിപ്പം. പക്ഷേ ഈ ചാർട്ടുകൾ ലൈവ് മാർക്കറ്റിൽ വരുമ്പം എന്താ സംഭവിക്കുന്നത്, ലൈവ് മാർക്കറ്റിൽ വരുമ്പം പല വ്യത്യാസങ്ങൾ വരും. അപ്പം മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നോട്ട് ട്രേഡിംഗ് സോണാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്താലോ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്താലോ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചത്, നേരെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു ഇല്ലേ. ഗ്യാപ്പ് അപ്പ് ചെറിയ ഗ്യാപ്പ് അപ്പിലാണോ, ഗ്യാപ്പ് അപ്പിലാണെന്ന് തോന്നുന്നു. ചെറിയ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. 10-15 പോയിന്റ് കണ്ടേ ഉള്ളായിരുന്നു. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കറക്റ്റ് നമ്മൾ പറഞ്ഞ ലൈനിൽ തന്നെ വന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. മുകളിലോട്ട് പോയതിന് ശേഷം നേരെ മാർക്കറ്റ് തിരിച്ച് നേരെ താഴെ വന്നു. ഓൾമോസ്റ്റ് നമ്മളുടെ ബോക്സിൻ്റെ താഴെ എത്തി ഇല്ലേ. ബോക്സിൻ്റെ താഴെ എത്തിയെങ്കിലും ബോക്സ് ബ്രേക്ക് ചെയ്തോ ഇല്ല. ബോക്സ് ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ പോലും ക്ലോസ് ചെയ്തില്ല ഇല്ലേ. അപ്പോൾ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് അതിനുശേഷം ഇവിടെ റിജക്ഷനാണ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ റിജക്ഷനാണ്. ഈ ഫസ്റ്റ് ക്യാൻഡിൽ റിജക്ഷൻ വന്നു, പിന്നെ താഴോട്ട് വന്നെങ്കിലും പിന്നെ വരുന്ന ക്യാൻഡിലുകൾക്കെല്ലാം റിജക്ഷനാണ്. ഇതൊരു ഇവിടം വരെ റെഡ് ക്യാൻഡിലായിരുന്നു. ഈ കാണുന്ന ഗ്രീൻ ക്യാൻഡിൽ ഇച്ചിരി വലുതാക്കി കാണിക്കാം. ഞാൻ ഇച്ചിരി വലുതാക്കി കാണിക്കാം, നോക്കിയേ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ക്യാൻഡിൽ, ഇവിടെ കാണുന്ന ഈ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ്. ഇത് റെഡ് ക്യാൻഡിലാണ്. ഈ റെഡ് ക്യാൻഡിൽ താഴെ വരെ വന്നിട്ട് പിന്നെ നേരെ തിരിച്ച് മേലോട്ട് ഇവിടം വരെ വന്നു. അതിന് ശേഷം മേലോട്ട് പോയി ഗ്രീനായിട്ട് ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ എന്താണ്, ഒരു റിജക്ഷനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. ഈ ഒരൊറ്റ ക്യാൻഡിൽ കാണുമ്പോൾ നമുക്കറിയാം. അത് മാത്രമല്ല,
ഇവിടെ നമ്മൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പിന്നെ അടുത്ത എന്താണ് പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് പിന്നെയും വേണ്ടത് ഇല്ലേ. അപ്പോൾ നമുക്ക് നമുക്ക് എന്ത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ 2 പോയിന്റ് കിട്ടി. അപ്പോൾ നമ്മൾ ഈ 2 പോയിന്റ് ചേർത്ത് നേരെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു ഇല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ സപ്പോർട്ട് ലൈൻ എവിടെയാണ്? ഈ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈന് എപ്പോൾ വന്ന് തട്ടി ഒന്നീ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകണം, ഇല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് പോകും. ഇതാണ് ഒരു ട്രേഡർ ഈ ചാർട്ടിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള സിനാരിയോ വരുമ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പഠിക്കണം. ലൈവ് മാർക്കറ്റിൽ നമ്മളിപ്പം പുസ്തകത്തിൽ പടത്തിലെ പശു പുല്ല് തിന്നത്തില്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ പുസ്തകത്തിൽ വായിച്ച് പഠിക്കുന്ന ആയിരിക്കത്തില്ല ചിലപ്പോൾ ലൈവ് മാർക്കറ്റ്. ചിലപ്പോൾ അതിൻ്റെ പാറ്റേണൊക്കെ ശരിയായിരിക്കും, പക്ഷേങ്കിൽ അവിടെ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയേ തീരത്തുള്ളൂ. ഒരാളുടെ സഹായം നമുക്ക് അവിടെ തേടാൻ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും, നമ്മുടെ ട്രേഡ് നമ്മുടെ വഴിക്ക് പോകും, വേറെ വഴിക്ക് പോകും. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ മാർക്കറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ സ്വഭാവം നോക്കുക. നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസിനകത്തിൽ ഒരു 4ാമത്തെ 5ാമത്തെ പാർട്ടാണ് അതിനകത്തുണ്ട്, ക്യാൻഡിലുകൾ കഥ പറയുന്നു എന്ന് പറഞ്ഞൊരു പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ക്യാൻഡിലുകളുടെ സ്വഭാവം. ഒരു ക്യാൻഡിൽ കാണുമ്പോൾ അത് ഏത് സ്വഭാവത്തിലുള്ള ക്യാൻഡിലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കത്തിരിക്കുന്നതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു തീർക്കിപ്പിക്കുന്നില്ല. ഇവിടെ വന്ന് റിജക്ഷൻ എടുത്ത് നേരെ തിരിച്ചു പോയി. അപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ നമുക്കൊരു കോൾ എടുക്കാം. ഇവിടുന്ന് ഗ്രീനി ക്ലോസ് ചെയ്ത് അടുത്ത് ക്യാൻഡിൽ ഗ്രീൻ വന്നു അല്ലേ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇവിടെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 15-20 പോയിന്റ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അതിനുശേഷം ഇതും കഴിഞ്ഞു. ഓക്കെ, ഇതിന് ശേഷം വന്ന് മാർക്കറ്റ് കൺസോളിഡേഷനാണ് ഇല്ലേ. കൺസോളിഡേഷനാണ്. ഒരിക്കൽ പോലും ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തില്ല ഇല്ലേ. കൺസോളിഡേഷൻ നിന്ന് വീണ്ടും കറക്റ്റ് ഈ ട്രെൻഡ് ലൈനെ വന്നത് എടുത്തു, സപ്പോർട്ട് എടുത്തു. ഈ കറക്റ്റ് ഒരു റെഡ് ക്യാൻഡിൽ വീണു, രണ്ടാമത് റെഡ് ക്യാൻഡിൽ വീണു. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം മൂന്നാമതൊരു ക്യാൻഡിൽ താഴോട്ട് പോയിട്ട് നേരെ ഇവിടെ ഗ്രീൻ ഫോമായി ഇല്ലേ. മനസ്സിലായോ പറഞ്ഞേ? ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ ആരംഭിക്കുകയാണ് ഇല്ലേ. ഒരു ട്രെൻഡ് റിവേഴ്സ് കറക്റ്റായിട്ട് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, നമുക്ക് ഇവിടെ വീണ്ടും ഒരു പോയിന്റ് കിട്ടി. അപ്പോൾ ഇത് രണ്ട് ചേർത്ത് നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത പോയിന്റിൽ അതേ ഇവിടെ വന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ട്, ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ നമുക്ക് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്കിവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്കൊരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ വെരി സിമ്പിളാണ് ഇവിടെ ഇല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും സപ്പോർട്ട് എടുത്തപ്പോൾ നമുക്ക് ഇവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി മനസ്സിലായി. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വരും. ഇതിൻ്റെ ബോക്സിൻ്റെ താഴെ ഇതാണ്ട് ഈ ലോ ഇല്ലേ. ഈ ലോയിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് വരെ ഒരു 10-15 പോയിൻ്റേ കാണത്തുള്ളൂ. സ്റ്റോപ്പ് ലോസ് 15 പോയിൻ്റേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. മാർക്കറ്റ് അവിടെ നിന്ന് ശേഷം ഒറ്റ പോക്കായിരുന്നു മേലോട്ട്, ഒറ്റ പോക്കായിരുന്നു. നല്ല ഒരു ക്യാപ്ചർ നമുക്കിവിടെ കിട്ടി. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ട്രേഡ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ട്രേഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ക്യാൻഡിലിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം. ആ ക്യാൻഡിൽ ഇനി എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചാർട്ട് പഠിക്കണം, ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ സ്വഭാവങ്ങളും പാറ്റേൺസും നമ്മൾ പഠിക്കണം. അത് വൃത്തിയായിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണേണ്ടവർക്ക് കാണാം. പ്രൈസ് ആക്ഷൻ സീരീസ് ചെയ്തു വെച്ചിട്ടുണ്ട്, അതിൽ ഇഷ്ടം പോലെ ഈ സംഭവങ്ങളെ പറ്റി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി, നമുക്ക് അവിടെ നിന്ന് ഒരു നല്ല ക്യാപ്ചർ കിട്ടി. അതിന് ശേഷം മാർക്കറ്റ് പിന്നെയും എന്ത് ചെയ്തു, പിന്നെ നേരെ നമ്മുടെ കറക്റ്റ് റെസിസ്റ്റൻസ് ലൈനില്ല ഇല്ലേ. നമ്മുടെ കറക്റ്റ് റെസിസ്റ്റൻസിൽ പോയി റെസിസ്റ്റൻസ് എടുത്തിട്ട് എന്ത് സംഭവിച്ചു, മാർക്കറ്റ് അവിടെ നേരെ തിരിച്ച് താഴോട്ട് വന്നു ഇല്ലേ. നേരെ തിരിച്ച് താഴോട്ട് വന്നു. കറക്റ്റ് നമ്മുടെ സപ്പോർട്ട് ഇത് പിന്നെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു, ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്തു. അവസാനം ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 24274 ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലായല്ലോ, ഒരു ലൈവ് മാർക്കറ്റിൽ ഒരു ട്രേഡ് എങ്ങനെ എടുക്കാം, ഒറ്റയ്ക്ക് എടുക്കാം, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഒരു ട്രേഡ് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത്യാവശ്യം ഓപ്ഷനെ പറ്റി ബോധമുള്ളവർക്ക്, ചാർട്ടിനെ പറ്റി ബോധമുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. നമുക്ക് അടുത്ത ദിവസങ്ങളിലെ ചാർട്ടിനെ പറ്റി നമുക്ക് നോക്കാം. അടുത്ത ദിവസം എങ്ങനെയാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടന്നോട്ടെ, ഇവിടെ തന്നെ നിന്നോട്ടെ ട്രെൻഡ് ലൈൻ. ഓക്കെ, അപ്പം വീണ്ടും ഈ ബോക്സ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. നമ്മൾ ഈ ബോക്സ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു, ഒരു പ്രശ്നമില്ല. കാരണം നാളെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, തിരിച്ച് ഈ ബോക്സിൽ കയറിയാൽ
തിരിച്ച് ഈ ബോക്സിൽ കയറിയാൽ നമുക്ക് ഒരു ബെയറിഷ് ട്രെൻഡാണെന്ന് പറയാം. അപ്പം പക്ഷെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന എപ്പോഴും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് താഴോട്ടൊരു ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. മേളോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 339 ഈ 339 പൊട്ടണം. ഈ 339 പൊട്ടിയെങ്കിലേ നമുക്ക് ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് ഇപ്പം ഇവിടെ നാളെ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചട്ടിട്ട് നേരെ തിരിച്ചു പോകാൻ നോക്കുക. ഓക്കെ, ഇല്ല ഇത് ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിലൂടെ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ താഴോട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് ഇത്, സെക്കൻഡ് ടാർഗറ്റ് ഈ ട്രെൻഡ് ലൈൻ. മനസ്സിലായോ പറഞ്ഞേ? ഫസ്റ്റ് ടാർഗറ്റ് ഇത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇതിപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ. ഓക്കെ, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതും ബ്രേക്ക് ചെയ്ത് ട്രേഡ് എടുക്കല്ലേ, ഇവിടെ ട്രേഡ് എടുക്കല്ലേ. ഇതിന് ശേഷം വീണ്ടും തിരിച്ച് ഈ ട്രെൻഡ് ലൈനിൽ വരുന്നു. ഈ ട്രെൻഡ് ലൈനിൽ വന്നതിന് ശേഷം ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് താഴോട്ട് ട്രേഡ് നോക്കാം. ഓക്കെ, ഇനി മോളൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക. ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് മാത്രമേ നിങ്ങൾക്കൊരു ട്രേഡ് ഉള്ളൂ. ഇങ്ങോട്ട് അല്ലാതെ ഇവിടെ ട്രേഡ് എടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഇനിയല്ല, ഇവിടെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ട് നേരെ മേലോട്ട് പോവുകയാണെങ്കിൽ ഈ ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഞാൻ പറഞ്ഞ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിക്കേ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം, ഈ ട്രെൻഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുക്കണം, എന്നിട്ട് ഇവിടെ നേരെ തിരിച്ചു പോകണം. ഓക്കെ, ഒന്നാമത്തെ ട്രേഡ് ഇത്. അല്ല, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ട് പോകണം. 2. ഇനി ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ ഗ്യാപ്പ് അപ്പ് ഇവിടെയോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് തട്ടി തിരിച്ചു വരാൻ നോക്കുക. ഇല്ല, ഇവിടെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് നേരെ തിരിച്ചു പോകാൻ നോക്കുക. അല്ല, ഗ്യാപ്പ് അപ്പിൽ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് താഴോട്ട് ട്രേഡ് നോക്കാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഈ ട്രേഡിനെ പറ്റി ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും അപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് വെച്ചാണ്. നമുക്ക് മുന്നേ കൂട്ടി പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സാധ്യതകളായി പറയുന്നത് ഇല്ലേ, പ്രോബബിലിറ്റി. നമ്മൾ സാധ്യതകളാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് നമ്മൾ മനസ്സിലാക്കി ആണ് നമ്മൾ ഒരു ലൈവ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ. ഞാൻ പറഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആരെയും കൂടെ വരച്ചിട്ടേക്കാം. ആരെയാണല്ലോ പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ. ഓക്കെ, ഇതിവിടെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല. താഴത്തെ ആ വരയൊക്കെ അവിടെ തന്നെ കിടന്നിട്ട്. ഇവിടാണ് നമുക്ക് പ്രശ്നം ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് താഴെയുള്ള ട്രേഡ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിന് താഴെയുള്ള നമുക്ക് ട്രേഡ് 1, രണ്ടാമത്തെ ട്രേഡ് ഇത്, ഈ ലൈൻ. ഒന്നാമത്തെ ട്രേഡ് ഇത്. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, കണ്ടിന്യൂസിങ് പോരുവാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ട്രേഡ് എക്സിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കണം. ഇത് ചിലപ്പോൾ താഴോട്ട് ഇവിടെ വരെ വന്നിട്ട് വേണം തിരിച്ച് കയറി പോകാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ ഇതൊരു ഗ്യാപ്പാണ്. ഇത് നമ്മൾ അന്നേരത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും മാർക്കറ്റ് ഇവിടെ വരെ വന്ന് ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോരുവാണെങ്കിൽ ഓക്കെ, ഇല്ല ഇവിടെ വന്ന് കൺസോളിഡേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് നേരെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? അപ്പോൾ നമ്മൾ അന്നേരത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത്രയാണ് നിഫ്റ്റിയുടെ ലെവലുകൾ ഞാൻ പറയണം. കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നില്ലേ? വളരെ കറക്റ്റ്. ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,339 കൂട്ടിക്കും. ഈ ബോക്സിൻ്റെ അപ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ 251. ബോട്ടം ലൈന് 24,137. ട്രെൻഡ് ലൈൻ ആണെങ്കിൽ ഏകദേശം 24,080 ആ റേഞ്ച് വരും. പിന്നെ ഈ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,037, പിന്നെ താഴത്തെ 23,895. ഇതൊക്കെയാണ് റേഞ്ചുകൾ. എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.